പരിണാമത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരേ കഴിവുകൾ യൂസ്ഫുൾ ആണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ പല പല ജീവികൾക്ക് കോപ്പി പേസ്റ്റ് അടിച്ചു വയ്ക്കും. ഒരു ബന്ധവുമില്ലാത്ത കടലിൽ ജീവിക്കുന്ന ഡോൾഫിനും കരയിൽ ജീവിക്കുന്ന വവ്വാലിനും സോണാറിനുള്ള കഴിവുള്ളതുപോലെ പക്ഷികൾക്കും വവ്വാലുകൾക്കും പ്രാണികൾക്കും പറക്കാനുള്ള കഴിവുള്ളതുപോലെ അതുപോലെ ചുറ്റുമുള്ളത് ഏതാണ്ട് എല്ലാം കാണാൻ കഴിവുള്ള രീതിയിൽ കണ്ണുകളുള്ള മാൻ, കുതിര, സീബ്ര ഇങ്ങനെ. ഞണ്ടുകളുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ഞണ്ടുകളുടെ ശരീരത്തിന്റെ മോഡൽ ഒരു 4-5 സ്പീഷീസുകൾക്ക് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ കൺവേർജന്റ് എവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഒരു ബന്ധവുമില്ലാത്ത ജീവികൾക്ക് ഒരേപോലെയുള്ള കഴിവുകൾ കിട്ടുക. പക്ഷെ ഇവിടെ പ്രശ്നമുള്ളത് നമ്മൾ മനുഷ്യരുടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ പ്രത്യേകത വേറൊരു ജീവിക്കും കോപ്പി പേസ്റ്റ് അടിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കും വേറൊരു ജീവിയിൽ നിന്നും കോപ്പി പേസ്റ്റ് അടിച്ച് കിട്ടിയതുമല്ല, നമുക്ക് മാത്രം യുണീക്ക് ആയിട്ട് കിട്ടിയതാണ്. ഇതിനു മുൻപ് ഒരു ദിനോസറും ടെലസ്കോപ്പ് ഉപയോഗിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല. ഒരു പട്ടിയും പൂച്ചയും മരണാനന്തര ജീവിതത്തെ പറ്റി തർക്കിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഒരു കുരങ്ങനും വൈഫൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ മാത്രം. അതെന്താ അങ്ങനെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു അല്പം മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുന്നില്ലേ? അതിന് 2 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന്, നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം അത് പ്രകൃതിയുടെ ഒരു അപൂർവമായൊരു സമ്മാനമായിരിക്കാം. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ വന്നുപോയ അനുനായികൾ പോലെയുള്ള ഏതെങ്കിലും പുരാതന ഏലിയൻസ് നമ്മളെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കാൻ നമുക്ക് തന്നതായിരിക്കും. ഇത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. എന്തുകൊണ്ട് ഇന്റലിജൻസ് മറ്റ് ജീവികൾക്ക് കൊടുത്തില്ല? സിമ്പിൾ, ഇന്റലിജൻസ് ഒരു ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. മുമ്പ് വന്നുപോയ ഒരു ജീവിക്കും ആവശ്യമില്ലാത്തൊരു ചീഞ്ഞ സാധനം. എവല്യൂഷൻ ട്രോഫി മെഡലും കൊടുക്കുന്നത് ഏറ്റവും സ്മാർട്ടായ ജീവികൾ ആരാണെന്ന് നോക്കിയിട്ടല്ല, ഏറ്റവും കൂടുതൽ പിള്ളേരെ ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. അതായത് നമ്മുടെ കയ്യിൽ പ്രകൃതി കുറച്ച് ജീനുകൾ തന്നേൽപ്പിച്ചിട്ടുണ്ട്. വളരെ സേഫ് ആയിട്ട് ആ ജീനുകൾ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ തന്നെ അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുക. ഇതാണ് നമ്മുടെയും ബാക്കിയുള്ള എല്ലാവരുടെയും ജോലി. അതായത് അടുത്ത വീട്ടിൽ 100 വയസ്സ് വരെ ജീവിച്ച് 2 പിള്ളേരുള്ള കണാരേട്ടനും 50 വയസ്സ് വരെ ജീവിച്ച് 5 പിള്ളേരുള്ള നിങ്ങളെയും തമ്മിലൊരു മത്സരം വെച്ചാൽ പ്രകൃതി ട്രോഫി മെഡലും തരുന്നത് നിങ്ങൾക്കായിരിക്കും. ഇതാണ് എൻ്റയർ ബിസിനസ് മോഡൽ. ബയോളജിസ്റ്റുകൾ ഇതിനെ സെൽഫിഷ് ജീൻ എന്ന് പറയും. അതായത് ജീനുകളുടെ ഒരേ ഒരു ഉദ്ദേശം അവർ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന വെറും വെസലുകളാണ് നമ്മൾ, വെറും റോബോട്ടുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നവരാണോ, നോവൽ എഴുതുന്നവരാണോ, റോക്കറ്റ് ഉണ്ടാക്കുന്നവരാണോ, യൂട്യൂബിൽ നിങ്ങൾക്ക് 10 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടോ, ഇതൊന്നും പ്രകൃതിയുടെ വിഷയമേ അല്ല. മാക്സിമം പിള്ളേരെ ഉണ്ടാക്കുക, ജീനുകളെ അമരന്മാരായി നിർത്തുക. ഇതിന് ഇന്റലിജൻസിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ദിനോസറുകൾ ഏതാണ്ട് 200 മില്യൺ വർഷം ഭൂമിയിൽ ജീവിച്ചു. അവർക്ക് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല, അവർ ടാക്സ് അടച്ചിരുന്നില്ല, ഫിലോസഫി ഉണ്ടായിരുന്നില്ല. ദിനോസറുകളെക്കാൾ മുമ്പുള്ളവരാണ് സ്രാവുകൾ. 400 മില്യൺ വർഷമായി അവർ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നോർത്ത് അവർ ടെൻഷൻ അടിച്ചിട്ടില്ല. 400 മില്യൺ വർഷം അവർ വളരെ മനോഹരമായിട്ട് മാനേജ് ചെയ്തു. പ്രകൃതിയുടെ കണ്ണിൽ അവരാണ് വിന്നേഴ്സ്. 3 ലക്ഷം വർഷമേ നമ്മൾ ഭൂമിയിൽ വന്നിട്ടുള്ളൂ. ഓണസ്റ്റ്ലി സ്രാവിന്റെ അണ്ടർവെയറിന് ഇതിൽ കൂടുതൽ പഴക്കമുണ്ട്. നമ്മൾ വന്ന ഈ 3 ലക്ഷം വർഷത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിച്ചു, പ്ലാസ്റ്റിക് മുഴുവൻ എല്ലായിടത്തും കൊണ്ടുവന്ന് നിറച്ചു, കരിയും പുകയും കെമിക്കലും കൊണ്ട് ഭൂമി മുഴുവൻ അഴുക്കയാക്കി. അടുത്തൊരു 150 വർഷം നമ്മൾ തേക്കുമെന്നുള്ളത് ഡൗട്ടാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ജീവിക്കാൻ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ജീവികളാണ് നമ്മൾ എന്നുള്ളതാണ്. നമ്മുടെ ഇന്റലിജൻസിന് ആധാരമായ ബ്രെയിനിന്റെ ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വെറും 2% ഉള്ളൂ. പക്ഷേ നമ്മൾ ശരീരത്തിലേക്ക് എടുക്കുന്ന എനർജിയുടെ 20% കൊണ്ടുപോയി തിന്നുന്നത് ബ്രെയിനാണ്. ഇത്രയും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഉറങ്ങാൻ കിടന്ന ഒരു 100,000 കാര്യം തലയിലോട്ട് വരും. 1ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ ബെഞ്ചിൽ മുള്ളിയപ്പോൾ പിള്ളേർ കളിയാക്കിയത് മുതൽ നമ്മുടെ ജനിക്കാനിരിക്കുന്ന പിള്ളേർ നമ്മളെപ്പറ്റി ഭാവിയിൽ എന്ത് വിചാരിക്കും എന്ന് വരെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കും. നമ്മുടെ പട്ടി കണ്ണടച്ചു കഴിഞ്ഞാൽ വെറും 10 സെക്കൻഡ് കൊണ്ട് അത് ഉറങ്ങും. നമ്മൾ പാതിരാത്രി 3 മണി വരെ ഫാനിൽ നോക്കി ഇങ്ങനെ കിടക്കും, ഏതാണ്ട് നോളന്റെ സിനിമ കാണുന്ന മാതിരി. എന്താണാവോ ഇതിന് മാത്രം ആ ഫാനിലുള്ളത്? അതായത് നമ്മൾ നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ബേസിക്കലി നമ്മളൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ഭൂമിയുടെ കുടുംബത്തിലെ ഇത്രയും നാണം കെട്ടൊരു ജീവി വേറെ ഉണ്ടാവില്ല. ഇതൊന്നും പോരാതെ ഇത്രയും വലിയ ഇന്റലിജൻസ് കൊണ്ട് നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി നമ്മുടെ തലയുടെ വലിപ്പവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നേരെ ചൊവ്വേ തല വളരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വരും. അതിന്റെ ഫലമോ ജനിച്ചു കഴിഞ്ഞ് 1-2 കൊല്ലം കൊടുക്കും നമ്മളൊന്ന് നേരെ നിൽക്കാൻ. ചുരുങ്ങിയത് ഒരു 10-15 വയസ്സെങ്കിലും ആവണം നമുക്ക് നേരെ ചൊവ്വേ തീറ്റ തേടി പോകാൻ. മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ പോലെ ഇത്രയ്ക്ക് അൺഫിനിഷ്ഡ് ആയ ഒരു പ്രൊഡക്റ്റ് വേറെ ഇല്ല. ഇപ്പോൾ ജനിച്ചു വീണ മാൻകുട്ടി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്ന ആമക്കുഞ്ഞുങ്ങൾ പറഞ്ഞ നേരം കൊണ്ട് കടലിലേക്ക് ഓടും. ഒരു മനുഷ്യക്കുഞ്ഞിന് നേരെ ചൊവ്വേ തല പോലും പൊക്കി പിടിക്കാൻ പറ്റില്ല. വർഷങ്ങളോളം മനുഷ്യക്കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കണം, ഫുഡ് വാരി വായിൽ വെച്ച് കൊടുക്കണം, പഠിപ്പിക്കണം. ഒരുപാട് ജോലികളുണ്ട്. ഇന്റലിജൻസ് കൊണ്ട് നടക്കുന്നതിനുള്ള അനാവശ്യമായ പാഴ്ചെലവുകളാണ് ഈ പറഞ്ഞത്. ഇതുകൊണ്ടായിരിക്കാം പ്രകൃതി ഇന്റലിജൻസ് മറ്റൊരു ജീവിക്കും വേറെ കൊടുക്കാത്തത്. കാരണം ഈ ഇന്റലിജൻസിന് വേണ്ടി കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് അനുസരിച്ചിട്ടുള്ള റിട്ടേൺ പ്രകൃതിക്ക് കിട്ടുന്നില്ല. നമ്മുടെ ഇന്റലിജൻസ് ഒരു പ്രൈമറി എഡിഷൻ ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും, ബാറ്ററി ലൈഫ് വളരെ മോശമാണ്, ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ആവുകയും ചെയ്യും. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഹൈ മെയിൻ്റനൻസ് വേണ്ട ജീവി. ഒരു 6 മാസത്തേക്ക് കറണ്ട് ഇല്ല എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? ഇന്റർനെറ്റ് ഇല്ല, സൂപ്പർ മാർക്കറ്റ് ഇല്ല, GPS ഇല്ല, പെട്രോൾ ഇല്ല, ഡീസൽ ഇല്ല. 6 മാസം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നമ്മളിൽ ഭൂരിഭാഗത്തിന്റെയും പണിക്കുറ്റം തീരും. ഒരു അണ്ണാനോ കുരങ്ങനോ പട്ടിക്കോ പൂച്ചയ്ക്കും പോലും ജീവിക്കാൻ ഇത്രയും പ്രയാസമില്ല. നമ്മൾ അതിജീവിക്കുന്നത് നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു 100,000 മനുഷ്യർ ലോകത്തിന്റെ പല കോണിലിരുന്ന് ഒരു നാഗരികത നടത്തിക്കൊണ്ടു പോകേണ്ട പല ജോലികൾ ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നതുകൊണ്ടാണ്. നമുക്ക് വേണ്ട ഫുഡ് ആരെങ്കിലും കൃഷി ചെയ്തുണ്ടാക്കണം, അത് ലോറിയിലാക്കി ആരെങ്കിലും നമുക്ക് കൊണ്ടുതരണം. ലോകത്തിന്റെ ഏതെങ്കിലും മൂലക്കിലിരുന്ന് ആരെങ്കിലും ഒക്കെ കറണ്ട് കത്തിച്ചു വിട്ടാലാണ് നമ്മുടെ വീട്ടിലെയും കമ്പനികളിലെയും കാര്യങ്ങൾ നടക്കൂ. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന വെള്ളത്തിന്റെ കാര്യം. ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടർ അവരവരുടെ പണി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇന്റലിജൻസ് എത്രമാത്രം ദുർബലമാണെന്ന്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്റലിജൻസ് വളരെ റയർ ആയിട്ടുള്ള ഒരു സാധനമായത്.
പലപ്പോഴും വില കുറഞ്ഞതും ലളിതവുമായ മറ്റു ടൂളുകളിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആയ ഒരു ടൂൾ പ്രകൃതിക്ക് ഒരു ജീവിക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് പ്രധാന കാരണം. ഈ പറഞ്ഞത് ഭൂമിയിലെ മാത്രം കാര്യമല്ല, ഒരു പക്ഷേ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് ഇങ്ങനെ തന്നെയായിരിക്കും. ആളുകൾ പറയാറുണ്ട് നമ്മളെപ്പോലെയുള്ള ഏലിയൻസ് പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും കോണിലുണ്ടാകുന്നത്. ചിലപ്പോ മാത്രം. പക്ഷെ അതിന്റെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് കൂടി ചിന്തിക്കണം. നമ്മുടെ ഭൂമിയിലെ കാര്യം തന്നെ എടുക്കാം. 4.5 ബില്യൺ വർഷമായി ഭൂമി ഉണ്ടായിട്ട്, 4 ബില്യൺ വർഷത്തോളമായി ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ട്. ഈ കാലയളവിൽ ഒരുപാട് എണ്ണമറ്റ ജീവജാലങ്ങൾ ഭൂമിയിൽ വന്നു. ഓരോ ബാക്ടീരിയയും ഫംഗസിനെയും ചെടികളെയും വരെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ട്രില്യൺസ് ഓഫ് ജീവജാലങ്ങൾ ഭൂമിയുടെ ചരിത്രത്തിൽ വന്നു. ഈ ജീവജാലങ്ങളിൽ ഒന്നിന് മാത്രമേ ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കി അത്ഭുതപ്പെടാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ചാൻസ് എത്രയാ? ബില്യണിൽ 1%, ചിലപ്പോൾ ട്രില്യണിൽ 1%, ചിലപ്പോൾ അതിലും താഴെ. സീരിയസ്ലി, കാരുണ്യ ലോട്ടറി അടിക്കാനുള്ള ചാൻസ് അതിലും കൂടുതലാണ്. അപ്പോഴാണ് ഭൂമിയെപ്പോലെ വേറെ ഗ്രഹം ഉണ്ടാവുകയും ആ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ആ ജീവന്റെ കൂട്ടത്തിൽ നമ്മുടേതുപോലെ ഇന്റലിജൻസ് ഉള്ള ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതകളെയും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് എത്രത്തോളം റെയർ ആണ് എന്നുള്ളത് ചിന്തിക്കണം. അപ്പോഴും പിന്നെയും നമ്മൾ ചോദിക്കും, അതിന്റെ അർത്ഥം അത് നടക്കില്ല എന്നല്ലല്ലോ, ചിലപ്പോൾ നടന്നാലോ? ശരിയാണ്, പോസിബിൾ ആണ് തിയററ്റിക്കലി. പക്ഷെ അതിന്റെ പ്രോബബിലിറ്റി റേറ്റ് കൂടി നമ്മൾ നോക്കണം. അതിവിചിത്രമായ ഒരു അന്തരീക്ഷ സമ്മർദ്ദം നമ്മൾ ഭൂമിയിൽ നേരിട്ടതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇന്റലിജൻസ് കിട്ടിയത്. അതെന്താണെന്നുള്ളതിനെ പറ്റി ഇപ്പോഴും തർക്കങ്ങളുണ്ട്. അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം. നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്, ആ സമയത്തുള്ള ഭൂമിയിലെ അന്തരീക്ഷം, ആ സമയത്തുള്ള ഭൂമിയുടെ ക്ലൈമറ്റ്, ആ സമയത്ത് മറ്റ് ജീവികളിൽ നിന്ന് നമ്മൾ നേരിട്ടിട്ടുള്ള കോമ്പറ്റീഷൻ, നമുക്ക് അറിയില്ലാത്ത, നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് മറ്റ് ആക്സിഡൻസ്, ഇങ്ങനെ ഒരു 100,000 കോയിൻസിഡൻസ് നമ്മൾ ഇങ്ങനെ ആയതിന് കാരണമായിട്ട് പറയാനുണ്ട്. ഇത്രയും വിചിത്രമായിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇവന്റുകൾ ഇങ്ങനെ തന്നെ റിപ്പീറ്റ് അടിച്ച് 1 by 1 ആയിട്ട് വേറൊരു ഗ്രഹത്തിൽ വരണം. എഗെയിൻ നമ്മൾ പിന്നെയും ചോദിക്കും, അത് പോസിബിൾ ആണല്ലോ, സംഭവിച്ചു കൂടാന്നില്ല. പിന്നെയും പറയുന്നു സംഭവിക്കാം തിയററ്റിക്കലി. ബട്ട് എഗെയിൻ പ്രോബബിലിറ്റി ആണ് അവിടെ വിഷയം. ഉദാഹരണത്തിന് നമ്മൾ ചീട്ട് കളിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കാർഡുകൾ നമ്മളൊന്ന് ഷഫിൾ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ഷഫിൾ ചെയ്തപ്പോൾ നമുക്കൊരു പ്രത്യേക ഓർഡറിൽ ആ കാർഡുകൾ കിട്ടി. ചോദ്യം, ഇനി നമ്മൾ എത്ര തവണ ഷഫിൾ ചെയ്താലാണ് നമുക്ക് ആദ്യം കിട്ടിയ ഓർഡറിൽ ആ കാർഡുകൾ കിട്ടുക? കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. കാരണം ആദ്യം ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയ കാർഡുകൾ എല്ലാം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ ആ കാർഡുകൾ അതേ ഓർഡറിൽ തന്നെ റിപ്പീറ്റ് അടിച്ച് വരാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതാണ് പ്രശ്നം. ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഇന്റലിജൻസ് പൂർണ്ണമായും വ്യത്യസ്തമായ മറ്റൊരു ഗ്രഹത്തിൽ റിപ്പീറ്റ് അടിച്ച് വരാനുള്ള സാധ്യത. ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, ഒരു ആക്സിഡന്റ്, ചക്ക ഇട്ടപ്പോൾ മുയൽ ചത്തു എന്ന് പറയുന്നത് പോലെ. ഒരുപക്ഷെ നമ്മുടെ ചുറ്റും നിന്നുകൊണ്ട് പ്രകൃതി നമ്മളെ നോക്കി പറയുന്നുണ്ടായിരിക്കും, ഒരബദ്ധം പറ്റി, ഇനി പറ്റൂല.